നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂരിലെ അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്പോട്ടിലേക്കാണ്. കാവനാട്, വട്ടേക്കാട്, ചെറ്റിലപ്പാടം എന്നിങ്ങനെ പല പേരിലും ഈ സ്പോട്ട് അറിയപ്പെടുന്നുണ്ട്. ഏർലി മോർണിംഗ് അതുപോലെ തന്നെ ഈവനിങ് ഈ സ്ഥലത്ത് വന്ന് കിട്ടുന്നൊരു ഫീൽ ഗുഡ് വൈബ്, അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു സ്പോട്ട്. കാവനാട് എന്നാണ് സ്ഥലത്തിന് പേര് വരുന്നത്. ഒരു സുന്ദരമായ ഗ്രാമപ്രദേശം അങ്ങനെ വേണമെങ്കിൽ പറയാം. മൺസൂൺ സീസണിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട്. ഇത് കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയ്ക്ക് പോണ വഴി മറ്റത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം ഈ കാവനാട് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോ ഞാൻ നേരിപ്പോ മറ്റത്തൂര് എത്തി. ഇന്ന് നമ്മുടെ റൈഡില് ക്രിസ്റ്റഫർ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ. ഞാനും ക്രിസ്റ്റഫറാണ് പോണേ. അപ്പൊ അവൻ മറ്റത്തൂരെത്തിന്നാണ് പറഞ്ഞത്. അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും. മറ്റത്തൂരെത്തി. ഇവിടെ നിന്ന് ഈ സ്പോട്ടിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് പോണ്ട. അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയില്ലല്ലോ. നിനക്ക് അവിടെ മഴ ഉണ്ടായിരുന്നോ? നിനക്ക് സ്പോട്ട് അറിയോ? ഒന്ന് കേട്ടോ. ഇവന് സ്പോട്ട് അറിയാവുന്നോണ്ട് പിന്നെ ഞാൻ മാപ്പ് ഇട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നവർക്ക് കാവനാട് നിന്ന് മാപ്പ് ഇട്ടാൽ മതി. അപ്പൊ കറക്റ്റ് നമുക്ക് ആ സ്പോട്ടിൽ എത്താൻ പറ്റും. രാവിലെ ഒരു 6:30 എനിക്ക് പോകുന്നതാണ്. മഴ പെയ്താലാണ് പ്രോബ്ലം. ഇതുവരെ മഴ പെയ്തിട്ടില്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞ് പോരണ വഴിക്ക് മഴ പെയ്താലും കുഴപ്പമില്ല. അതുവരെ മഴയെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇത് അടിപൊളി സ്പോട്ടാണല്ലോ. ചെറുതായിട്ടൊന്ന് വഴി മാറി. ഇതല്ല, അതിന്റെ അപ്പുറത്താണ് നമ്മുടെ വഴി. പക്ഷെ ഇവിടെ ഒന്നും അടിപൊളി വ്യൂ ആണ്. വണ്ടി കൊടുത്തൂടെ? അതെന്ത് സാധനം? ഓ, പ്രോയാതി. എവിടെ നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇറങ്ങണേ? ഗൈസ്, തൃശ്ശൂർക്കാരുടെ കൊല്ലംകോട് എന്ന് വേണേ പറയാലോ ഇതിനെ.
ആ വൈബുണ്ട്. അവിടെ ഇങ്ങനെ ഒരു സ്ഥലം അടുത്ത് കിടന്നിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടേക്ക്. ഇത് പൊറ്റ മൈൻഡിൽ ഇറങ്ങിയതാ. മഴക്കാലം കഴിഞ്ഞാൽ ഈ വൈബ് കിട്ടില്ല പിന്നെ. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിണ്ട്. ആഹാ, ഓ അടിപൊളി. കൊല്ലങ്കോട് സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. എന്ത് ഇങ്ങനെ സ്ഥലങ്ങൾ കാണുമ്പോ തന്നെ മൈൻഡ് ഫ്രഷ് ആവും. ഓ രാവിലെ ഇങ്ങോട്ട് വരാ. ഇവിടെ മോർണിംഗ് റൈഡൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്ത് പോവാൻ പറ്റിയൊരു സ്പോട്ട്. എന്ത് കിടില സ്പോട്ടാണല്ലേ. ഫ്രണ്ടില് വലിയ മല. അതൊരു മറ്റേ സംഭവല്ലേ, നിക്കട്ടാ ഇറങ്ങരുത്. നേരെ കണ്ടത്തിലേക്ക് ഇറങ്ങി. കണ്ടത്തി കൂടെയുള്ള നടപ്പ്. അവിടെ ഒരു ചെറിയ അമ്പലം പോലെ എന്തോ ഉണ്ട്. പോയിട്ട് നോക്കാം. സീനല്ലേ സ്ഥലം, പീസ്ഫുൾ പ്ലേസ് ആണ്. ഒരു ചെറിയ ടെമ്പിൾ. നല്ല മഴക്കാരുണ്ട്. സ്ഥലത്തിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3 സൈഡും മലകളാണ്. മലകളുടെ നടുവിൽ ഇങ്ങനെ പച്ചപ്പ് വിരിച്ച പോലെ പാടവും. പാടത്ത് അത്യാവശ്യം നല്ല ചെളിയുണ്ട്. വരുമ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. കോട ഇങ്ങനെ മലയിന്ന് താഴ്ത്തേക്ക് ഇറങ്ങി വരുന്നൊരു വിഷ്വലാണ് ഇപ്പൊ. ഞാൻ മഴയും കൂടി പെയ്താ ആഹാ അടിപൊളി. പിന്നെ ഇവിടെ വരുമ്പോ മാക്സിമം വണ്ടി സാധനങ്ങളൊന്നും കണ്ടത്തേക്ക് ഇറക്കാണ്ടിരിക്കാൻ നോക്കുക. ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വന്നിട്ട് പോവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ ആർക്കും ഇങ്ങോട്ട് ഇങ്ങനത്തെ പ്ലേസുകളിൽ വരാൻ പറ്റില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളും ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ വേസ്റ്റും അതുപോലെ വണ്ടികളൊന്നും പാടത്തേക്ക് ഇറക്കാണ്ടിരിക്കുക. ഇവിടുത്തെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് വന്നിട്ട് പോവുക. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചു നേരം ശാന്തമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കോടശ്ശേരിയുടെ കാവനാട് വട്ടക്കാട് നെൽപ്പാടങ്ങളിലേക്ക് വരാം. കണ്ണിന് കുളിർമ നൽകുന്ന ഈ പച്ചപ്പും ദൂരെ കാണുന്ന മലനിരകളും വീശിയടിക്കുന്ന ഇളം കാറ്റും ആരുടെയും മനസ്സ് നിറയ്ക്കും. കാവനാടിൻ്റെ ഈ ഭംഗി നേരിട്ടറിയാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ ആദ്യം വന്ന പ്ലേസ് അവിടെ വഴിതെറ്റി വന്നതാണ്. പക്ഷേ ആ സ്പോട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും അവിടെ കയറിയിട്ടുണ്ട്. പോകുന്ന വഴി അതുപോലെ തന്നെ കിട്ടില്ല, മഴയും കിട്ടി. അപ്പോൾ മഴ കിട്ടിയില്ല എന്നുള്ള വിഷമമില്ല. മഴയത്ത് ഈ മലയുടെ താഴ്വാരവും പാടമൊക്കെ കാണാൻ വേറൊരു മൂടാണ്. അപ്പോൾ
മഴയോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.